എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുക എന്നുള്ളത് എഡ്യൂഫ്ലെയറിന്റെ ലക്ഷ്യമല്ല. 1.5 മാസം കൊണ്ട് ജർമ്മൻ പഠിക്കാം, 3 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം, റിയാലിറ്റി എത്രത്തോളം ഉണ്ട്? എല്ലാ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒരു ടീച്ചർ, ഒരു ഫാക്കൽറ്റിയാണ് ജർമ്മൻ പഠിപ്പിക്കുക. എഡ്യൂഫ്ലെയറിൽ എന്തുകൊണ്ടാണ് ഒരു ക്ലാസ് റൂമിൽ 2 ഫാക്കൽറ്റീസ് ഉള്ളത്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ക്ലാരിറ്റിയും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പോസിറ്റീവായും നെഗറ്റീവായുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു തീരുമാനമെടുക്കാനും നിങ്ങളുടെ ലൈഫിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടുള്ളത് എഡ്യൂഫ്ലെയറിന്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു അജിത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന വേറൊരു പരസ്യമാണ് 1.5 മാസം കൊണ്ട് ജർമ്മൻ പഠിക്കാം, 3 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം, റിയാലിറ്റി എത്രത്തോളം ഉണ്ട് സാർ? 3 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാവുന്ന മാത്രമല്ല പരസ്യമുള്ളത്, വെറും 3 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് നിങ്ങൾക്ക് ജർമ്മനിയിലെത്താം ഒരു പരസ്യമാണ്. അല്ലെങ്കിൽ അത് 2 മാസമാവാം, പിന്നെ മത്സരം വരുമ്പോൾ 1.5 മാസമായി ചുരുങ്ങും, ചില ആളുകൾ 4 മാസമാക്കും. ഇതൊന്നും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പരസ്യങ്ങളല്ല. നമ്മൾക്ക് അപരിചിതമായ പുതിയൊരു ഭാഷ പഠിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലിലേക്കാണ് വരേണ്ടത്. ജർമ്മൻ ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടി ജർമ്മൻ ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ, ജർമ്മൻകാർ പരിശോധിക്കുന്നത് നമുക്ക് ആ ഭാഷയിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഷ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കണം, വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം, അത് എഴുതാൻ സാധിക്കണം, അത് പറയാൻ സാധിക്കണം. അത് ഏത് സിനാരിയോയിലും ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള അവസരം നമുക്ക് ഉണ്ടാവണം. നമ്മൾ കാണാപ്പാഠം പഠിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജർമ്മൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിന് ഒരു സമയം ആവശ്യമാണ്. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയമാണ് 8 മാസം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു കാര്യങ്ങൾ പതുക്കെ പതുക്കെയാണ് കയറി വരുന്നത്. അപ്പം ഒരു സാവകാശം പലപ്പോഴും ആവശ്യമാണ്. അല്ലാതെ നമുക്ക് 24 മണിക്കൂർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പഠിക്കാനായിട്ട് സാധിക്കില്ല. പല സ്ഥാപനങ്ങളും മറ്റൊരു പരസ്യം ചെയ്യുന്നതായി കാണാം, രാവിലെ മുതൽ രാത്രി വരെയുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠനം, രാത്രിയിൽ ഹോസ്റ്റലിലെത്തിയാലും ജർമ്മൻ ലാംഗ്വേജ് പഠനം. ഇങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ടേറിയ ഒരു പഠനത്തിലൂടെ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തെറ്റിപ്പോയി. ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് നമ്മൾ ആ ലാംഗ്വേജ് പഠനത്തിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതിനെ പൂർണ്ണമായും ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണം, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിന് ഒരു ടൈം ലിമിറ്റ് അല്ലെങ്കിൽ ടൈം ഫ്രെയിം ആവശ്യമാണ്. അപ്പോൾ 8 മാസക്കാലം പഠിച്ചാൽ മാത്രമേ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ എത്തുവാനും അത് പഠിച്ച് പാസ്സാകുവാനും വേണ്ടി സാധിക്കുകയുള്ളൂ. A1 പഠനത്തിനൊരു സമയം ആവശ്യമാണ്, A2 പഠനത്തിന് ഒരു സമയം ആവശ്യമാണ്, B1 പഠനത്തിന് ആവശ്യമാണ്, അതുപോലെ തന്നെ B2 പഠനത്തിന് സമയം ആവശ്യമാണ്. പഠനത്തിന് ശേഷം എക്സാം പ്രിപ്പറേഷൻ, പ്രാക്ടീസ്, ഇതിനെല്ലാം സമയം ആവശ്യമാണ്. ഇതിൽ കൂടി എല്ലാം കടന്നുപോയേ ഒരു വിദ്യാർത്ഥിക്ക് ലാംഗ്വേജ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എഡ്യൂഫ്ലെയറിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരണമെന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഇതൊരു നല്ല ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുക എന്നുള്ളത് എഡ്യൂഫ്ലെയറിൻ്റെ ലക്ഷ്യമല്ല. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എഡ്യൂഫ്ലെയർ ലക്ഷ്യം വെക്കുന്നത്. എഡ്യൂഫ്ലെയർ ഒരു വിഷനോടുകൂടി, അതിനനുസരിച്ചുള്ള മിഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു എഡ്യൂഫ്ലെയറിൽ ഒരു വിദ്യാർത്ഥി കടന്നു വന്നാൽ ആ വിദ്യാർത്ഥി പഠിച്ച് പാസ്സായി ജർമ്മനിയിൽ പോകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എഡ്യൂഫ്ലെയർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജർമ്മനിയിൽ പോകാൻ വേണ്ടി വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ പോകണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവിടെ വന്ന് ഫീസ് അടച്ചാൽ അവർക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. എഡ്യൂഫ്ലെയർ കടന്നു വരുന്നൊരു വിദ്യാർത്ഥി പഠിക്കാനുള്ള ഉത്തരവാദിത്തോടു കൂടി, അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായി വേണം എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരാൻ. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും പാസ്സാക്കാനും വേണ്ടിയാണ് എഡ്യൂഫ്ലെയർ നിലകൊള്ളുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ 4 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ എഡ്യൂഫ്ലെയറിൻ്റെ അക്കാഡമിയിൽ അഡ്മിഷൻ നമ്മൾ നൽകാറുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി എഡ്യൂഫ്ലെയറിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് നിർബന്ധമാണ്.
ഒരു ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് അതിൽ കൺസിസ്റ്റൻസിയും പ്രാക്ടീസും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് 8 മാസക്കാലം നീളുന്ന ഒരു ക്രാഷ് കോഴ്സായിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടത്. ഈ 8 മാസക്കാലത്തെ പഠനയളവിൽ നിങ്ങൾക്ക് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് നിർബന്ധമാണ്. നിങ്ങൾ ഈ പഠന കാലയളവിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഉത്സവങ്ങൾക്കും വീട്ടിലുള്ള വിശേഷങ്ങൾക്കും എല്ലാം വേണ്ടി നിരന്തരമായി ലീവ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വരേണ്ടതില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എഡ്യൂഫ്ലെയറിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലെ ഏറ്റവും വലിയൊരു ടൂളാണ് സാറ്റർഡേ എക്സാം എന്ന് പറയുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച എക്സാം ഇട്ടതിന് ശേഷം മാത്രമാണ് പിന്നത്തെ ആഴ്ചത്തെ പഠനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥി തിങ്കളാഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടാവണം, ഈ ശനിയാഴ്ച എനിക്ക് എക്സാം ഉണ്ട്, ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കണം, ആ പഠിച്ചതിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്നെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടിയുള്ളൊരു വിദ്യാർത്ഥിയായിരിക്കണം എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരേണ്ടത്. അതുപ്രകാരം എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരുന്നൊരു വിദ്യാർത്ഥിക്ക് 95% സാറ്റർഡേ എക്സാം അറ്റൻഡൻസ് നിർബന്ധമാണ്. നിങ്ങൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്സിൽ പങ്കെടുത്ത് ശനിയാഴ്ച വീട്ടിൽ പോകാനും ഞായറാഴ്ച വീട്ടിൽ നിന്ന് പിന്നത്തെ തിങ്കളാഴ്ച തിരിച്ചു വരാനുമാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എഡ്യൂഫ്ലെയറിൽ ചേരേണ്ടതില്ല. നിങ്ങൾക്ക് 95% സാറ്റർഡേ എക്സാം അറ്റൻഡൻസ് ഉറപ്പുവരുത്താൻ മാനസികമായി തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വരേണ്ടതായിട്ടുള്ളത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പഠനമാണ്. അതിൽ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി ധാരാളം ഹോം വർക്കുകളും അസൈൻമെൻറ്റുകളും എല്ലാം നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും ക്ലാസ്സിൽ നിന്ന് വിടുന്നത്. ഒരു പക്ഷേ അന്ന് പഠിച്ച പാഠഭാഗം 3 ആവർത്തി വായിക്കാനായിരിക്കാം, അല്ലെങ്കിൽ പകർത്തി എഴുതാനായിരിക്കാം, അല്ലെങ്കിൽ ജർമ്മൻ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ജർമ്മൻ സിനിമ കാണാനായിരിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ഹോംവർക്ക് നൽകിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ അധ്യാപകർ നൽകുന്ന ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും സ്വന്തമായി ചെയ്ത് അധ്യാപകരെ കാണിക്കാൻ മനസ്ഥിതിയുള്ളൊരു വിദ്യാർത്ഥിയായിരിക്കണം എഡ്യൂഫ്ലെയറിൽ ചേരേണ്ടത്. രാവിലെ ക്ലാസ്സിൽ വന്ന് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതി കൊണ്ടുവന്നിരിക്കുന്ന ഹോംവർക്കുകൾ അസൈൻമെൻറ്റുകളും കോപ്പി അടിച്ച് അധ്യാപകരെ കാണിക്കാൻ തയ്യാറാവുന്ന ഒരു വിദ്യാർത്ഥിയല്ല എഡ്യൂഫ്ലെയർ പ്രതീക്ഷിക്കുന്നത്. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, എഡ്യൂഫ്ലെയറിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നാൽ ആ വിദ്യാർത്ഥി ക്ലാസ് റൂമിലെ പഠനത്തിന് ശേഷം വീട്ടിലോ ഹോസ്റ്റലിലോ എത്തിയാൽ ഏറ്റവും മിനിമം 2 മണിക്കൂർ സ്വന്തമായി പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കണം. 2 മണിക്കൂർ എന്നത് ഞാൻ ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്. 3 മണിക്കൂറോ 4 മണിക്കൂറോ പഠിക്കാൻ തയ്യാറാവുന്നെങ്കിൽ അത്രയും നല്ലത്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ സമയമുണ്ട്. ക്ലാസ് റൂമിലെ പഠനം കഴിഞ്ഞ് ഇഷ്ടം പോലെ സമയം വിദ്യാർത്ഥികൾക്ക് ബാക്കിയുണ്ട്. ആ സമയത്തിൽ കേവലം 2 മണിക്കൂർ സ്വന്തമായി പഠിക്കുവാനും പ്രാക്ടീസ് ചെയ്യാനും പഠിച്ച പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യാനും ഒക്കെ മാനസികമായി തയ്യാറുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കണം എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരേണ്ടത്. ഞാനത് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ 4 കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് എഡ്യൂഫ്ലെയറിൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് 95% സാറ്റർഡേ എക്സാം അറ്റൻഡൻസ് എഡ്യൂഫ്ലെയറിൽ നിർബന്ധമാണ്. നിങ്ങളുടെ ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും നിങ്ങൾ സ്വന്തമായി ചെയ്ത് അധ്യാപകരെ കാണിക്കണം എന്നുള്ളത് എഡ്യൂഫ്ലെയറിൽ നിർബന്ധമാണ്. നിങ്ങൾ ക്ലാസ് റൂം പഠനത്തിന് ശേഷം വീട്ടിലോ ഹോസ്റ്റലിലോ എത്തിയാൽ മിനിമം ദിവസം 2 മണിക്കൂർ സ്വന്തമായി പഠനത്തിന് വേണ്ടി നീക്കി വെക്കണമെന്നുള്ളതും എഡ്യൂഫ്ലെയറിൽ നിർബന്ധമാണ്. ഈ 4 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യാൻ മാനസികമായി ഒരുക്കമുള്ള വിദ്യാർത്ഥികളാണ് എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വേണ്ടി വരേണ്ടത്. അത്തരം വിദ്യാർത്ഥികളെ ഏറ്റവും ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നൽകി അവരെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് പാസ്സാക്കി ജർമ്മനിയിൽ എത്തിക്കാൻ എഡ്യൂഫ്ലെയറിന് കഴിയും. സാറ് പറഞ്ഞ 4 കണ്ടീഷൻസ് ചെയ്യാൻ റെഡി ആയിട്ടൊരു വിദ്യാർത്ഥി ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ എഡ്യൂഫ്ലെയറിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് അവർക്ക് എന്ത് ഉറപ്പാണ് സാറിന് കൊടുക്കാൻ സാധിക്കുക? ഈ 4 കണ്ടീഷനുകളും എഡ്യൂഫ്ലെയർ കൊണ്ടുവന്നിട്ടുള്ളത് നിരന്തരമായ വിദ്യാർത്ഥികളുടെ പഠനത്തിൻ്റെ പാറ്റേണുകളും അവരുടെ പഠനത്തിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നും നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 കണ്ടീഷനുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പഠിച്ചു പാസ്സായ എല്ലാ വിദ്യാർത്ഥികളോടും ചോദിക്കുമ്പോൾ അവരുടെ പഠനത്തിൻ്റെയും മികവിൻ്റെയും വിജയത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അവർ കൺസിസ്റ്റൻ്റായി ക്ലാസ്സിൽ വന്നിട്ടുള്ളതാണ് ഒരു കാര്യം.
അവരുടെ സാറ്റർഡേ എക്സാമിനെ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് മറ്റൊരു കാര്യം. അവരുടെ ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും അവർ സ്വന്തമായി ചെയ്തിട്ടുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ മറ്റൊരു രഹസ്യം. അവർ സ്വന്തമായി പഠനത്തിന് സമയം വേർതിരിച്ചിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. പരാജയപ്പെട്ട വിദ്യാർത്ഥികളുടെ പരാജയത്തിൻ്റെ കാരണം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാത്ത വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സാറ്റർഡേ എക്സാമിനൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ, പഠനത്തെ സീരിയസ് ആയിട്ട് എടുക്കാതെ സാറ്റർഡേയിൽ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞ് വീട്ടിൽ പോയിട്ടുള്ള വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഹോംവർക്കുകളോ അസൈൻമെൻറ്റുകളൊന്നും ചെയ്യാൻ കൂട്ടാക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ സ്വന്തമായി പഠനത്തിന് സമയം വേർതിരിക്കാത്തവരൊക്കെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പം എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, ഈ 4 കണ്ടീഷനുകൾ ഫുൾഫിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുകയും ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായി തീരുകയും ചെയ്യും. അവർക്ക് ജർമ്മനിയിൽ പോകാനും സാധിക്കും. ഇത് എഡ്യൂഫ്ലെയറിനെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നൽകാനുള്ള ഉറപ്പാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങളുടെ മകളോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായാൽ ഈ 4 കണ്ടീഷൻ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ തയ്യാറാണോ എന്ന് കുട്ടികളോട് നിങ്ങൾ ചോദിക്കണം. അത് തുടക്കത്തിൽ മാത്രം പോരാ, 8 മാസക്കാലം നിരന്തരമായി ഈ 4 കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് പഠനം ഒരു ബുദ്ധിമുട്ടായിരിക്കത്തില്ല. അവർക്ക് പാസ്സാവാനും ജർമ്മനിയിൽ പോകുവാനും സാധിക്കും. എല്ലാ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒരു ടീച്ചർ, ഒരു ഫാക്കൽറ്റിയാണ് ജർമ്മൻ പഠിപ്പിക്കുക. എഡ്യൂഫ്ലെയറിൽ എന്തുകൊണ്ടാണ് ഒരു ക്ലാസ് റൂമിൽ 2 ഫാക്കൽറ്റീസ് ഉള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം, ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പഠനമാണ്. നമ്മൾ ഈ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനിയിൽ പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികൾക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു മെയിൻ ഫാക്കൽറ്റി ക്ലാസ്സിൽ പഠിപ്പിച്ചു പോവുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഒരേപോലെ ഇത് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരേപോലെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. പലരുടെയും IQ ലെവൽ വ്യത്യസ്തമായതുകൊണ്ട് പലർക്കും ചിലർ വളരെ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചിലർ ഗ്രാജ്വലി ലേൺ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചിലർക്ക് സ്ലോ ആയിട്ടുള്ള ലേണിംഗ് കഴിവായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോരുത്തരുടെയും ടീച്ചിങ് എബിലിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആ പഠിക്കാനുള്ള സ്കില്ല് മനസ്സിലാക്കി അവരെ ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എഡ്യൂഫ്ലെയറിൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 4 മൊഡ്യൂളും പാസ്സായി ജർമ്മനിയിൽ പോകാൻ പ്രോസസ്സിൽ ഇരിക്കുന്നതിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവരുടെ ചുമതല എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇൻഡിവിജ്വലി മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം കൊടുക്കുക, അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള പഠനത്തിന് വേണ്ടുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, തങ്ങളെങ്ങനെയാണ് പഠിച്ച് പാസ്സായത് അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന അവസരത്തിൽ ആവശ്യമായിട്ടുള്ള മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും ഒക്കെ നൽകി അവരെ ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മെയിൻ ഫാക്കൽറ്റി ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പോയാൽ വിദ്യാർത്ഥികളെ ആ പഠിപ്പിച്ചതുമായി എത്തിച്ചേർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പഠിപ്പിച്ച വിഷയം അവർക്ക് മനസ്സിലാവുന്നതിനും അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കഴിവിലേക്ക് എത്തിക്കാൻ അവരെ വ്യക്തിപരമായി സഹായിക്കാനുള്ള സംവിധാനമാണ് അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി സംവിധാനം. സർ, നോർമലി +2 അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഒക്കെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 50 അല്ലെങ്കിൽ 60 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ്. 1:60 ഒക്കെയാണ് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. എഡ്യൂഫ്ലെയറിൽ അത് 1:14 ആണ്. ആ ഒരു റേഷ്യോയിലേക്ക് എങ്ങനെയാണ് സാർ എത്തിയിട്ടുള്ളത്? എഡ്യൂഫ്ലെയർ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ 28 കുട്ടികളാണ് നമ്മുടെ ഒരു ക്ലാസ് റൂം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ 28 കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് 2 അധ്യാപകരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അപ്പം അജിത്ത് പറഞ്ഞ പോലെ 1:14 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള അവരുടെ കഴിവുകേടുകളും അധ്യാപകർക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. ഓരോരുത്തരുടെയും ലേണിംഗ് പാറ്റേൺ എന്താണെന്ന് അധ്യാപകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അപ്പം ഓരോരുത്തരെയും വ്യക്തിഗതമായി മനസ്സിലാക്കാനും അവർക്ക് വ്യക്തിഗതമായ പഠന സൗകര്യങ്ങൾ നൽകുവാനും സാധിച്ചാൽ മാത്രമേ എല്ലാവരെയും ഒരുപോലെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. എഡ്യൂഫ്ലെയറിൽ ഒരു വിദ്യാർത്ഥി വന്നു ചേർന്ന് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായി എഡ്യൂഫ്ലെയറിൽ വന്നു ചേരുകയാണെങ്കിൽ അവർക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് പിന്നെ ഉഴപ്പാൻ വേണ്ടി സാധിക്കില്ല.
അവരെ ഇൻഡിവിജ്വലി മോണിറ്റർ ചെയ്യുന്നൊരു സിസ്റ്റം ഇവിടെയുണ്ട്. അവർ പഠിക്കുന്നുണ്ടോ, അവരുടെ പഠനം എപ്രകാരം പോകുന്നുണ്ട്, അവരുടെ ഓരോ ലെവലിലുള്ള എക്സാം അവർക്ക് എത്ര മാർക്ക് ലഭിക്കുന്നുണ്ട്, ഓരോ സാറ്റർഡേയിലും എക്സാം അവരെങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ഓരോ എക്സാമിൻ്റെ ഇടയിലും അവർക്ക് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോമ്പറ്റീഷൻ പ്രോഗ്രാമുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ക്വിസ് കോമ്പറ്റീഷനുണ്ട്, എലക്യൂഷൻ കോമ്പറ്റീഷനുണ്ട്, പലതും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇവർ എത്രമാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഓരോ ലെവലിലും അതിന് കിട്ടുന്ന സ്കോറുകൾ എത്രയാണ്, ഇതെല്ലാം പരിശോധിച്ച് അവരെ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് റൂമിൽ വളരെ കുറഞ്ഞ വിദ്യാർത്ഥികളുടെ എണ്ണവും ടീച്ചർ അനുപാതവും നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളെല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.